നാടിനെ വീണ്ടും കണ്ണീരിലാഴ്ത്തി മേപ്പാടി കളാടിയിലെ തുരങ്ക നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് നാട്. കളാടിയിലുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ 5 പേർ ഇപ്പോഴും കാണാമറയത്താണ്. ദുരന്തത്തിന് പിന്നാലെ തുരങ്ക നിർമ്മാണം താൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ സർക്കാർ ഉത്തരവിടുകയും ഇരട്ട അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഇപ്പോഴും ചർച്ചയാകുന്ന വയനാട്ടിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുമോ? പരിസ്ഥിതി ആശങ്കകൾ ഉയർത്തുന്ന തുരങ്കപാത നിർമ്മാണം പൂർണ്ണമായി നിർത്തണോ? പൊതുജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഇങ്ങനെ ഒരു അപകടം നടന്നതിലേക്ക് ഇപ്പോൾ ഇന്നലെ രണ്ടാമത് പിന്നെ ഇടിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നിർത്തിവെക്കലായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. തുടരണമെങ്കിൽ അതിൻ്റെ മുഴുവൻ സുരക്ഷിതമായ കാര്യങ്ങളൊക്കെയും 100% ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് അത് തുടരാവൂ. കാരണം ഇടയ്ക്കിടങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിവുള്ള ആളുകൾ സൂചനകളൊക്കെ കൊടുക്കുമ്പോൾ അത് അവഗണിച്ചുകൊണ്ട് സുരക്ഷിത സംവിധാനങ്ങളില്ലാതെ തുടരുന്നത് ശരിയല്ല. നിർത്തിവെക്കുന്നതാണ് തോന്നുന്നത്. ഇനിയും ദുരന്തം മൂന്നാം പ്രാവശ്യം ഉണ്ടാവും. ഇപ്പോൾ രണ്ടാമത്തേതാണ് ഇപ്പോൾ വരുന്നത്. ഇനി മൂന്നാമത്തെ ദുരന്തം വരും. ഈ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണെന്നാ തോന്നുന്നത്. പണി നിർത്തിവെക്കണം. ഈ ക്ലൈമറ്റിൽ തീരെ പറ്റൂല. അതാണ് നമ്മളിവിടെ നിന്നൊന്നും പറയാൻ പറ്റില്ല. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ഇവിടെ നിന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ പണി നിർത്തിവെച്ചിട്ട് അതിന് മഴ കഴിഞ്ഞിട്ട് സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഉചിതമായിട്ടുള്ളത്. നേരെ വെള്ളം പോകാൻ പറ്റിയ വിധത്തിൽ മണ്ണ് നീക്കി കൊടുത്തേക്കാണ്. എല്ലാവർക്കും ഒരേമാതിരി വെള്ളം പോയിക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ കഴിച്ചിലാവാം. ഇത് വെള്ളം കെട്ടിക്കുമ്പോഴാണല്ലോ പിന്നെയും ഇടിച്ചിൽ വരുന്നത്. അപ്പം ഇടിച്ചിൽ വരാതെക്കണമെങ്കിൽ വെള്ളം പോകാനുള്ള വഴി വെച്ചുകൊടുക്കും. ലാഭനഷ്ടങ്ങൾക്കപ്പുറം മനുഷ്യജീവനുകൾക്കാണ് പ്രധാനം കൽപ്പിക്കേണ്ടത്. എന്തായാലും ഈയൊരു കാലാവസ്ഥയിൽ ആ പ്രദേശത്ത് ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നത് കൂടുതൽ അപകടത്തിലേക്ക് വഴിവെക്കുമെന്നാണ് ഭൂരിഭാഗം ജനങ്ങളുടെയും അഭിപ്രായം. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ അരുൺ പുതുപ്പാടിക്കൊപ്പം എം മുബാറക്, ന്യൂസ് മലയാളം.